കോഴിക്കോട് പെരിങ്ങത്തൂരിൽ സ്വകാര്യ ബസ് കണ്ടക്ടറെ ആക്രമിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കക്കട്ട തിന്നൂർ സ്വദേശി സിജേഷിനെയാണ് ചൊക്ലി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ സംഭവത്തിൽ 3 പേർ പിടിയിലായി. ഇക്കഴിഞ്ഞ ജൂലൈ 28-നാണ് തൊട്ടിൽപ്പാലം തലശ്ശേരി റൂട്ടിലോടുന്ന ജഗന്നാഥ ബസ്സിലെ കണ്ടക്ടർ ഇരിങ്ങണ്ണൂർ സ്വദേശി വിഷ്ണുവിന് മർദ്ദനമേറ്റത്. തുടർന്ന് 4 ദിവസം ബസ് ജീവനക്കാർ ഈ റൂട്ടിൽ പണിമുടക്ക് നടത്തിയിരുന്നു. നടുവണ്ണൂരിലെ വിനീഷ്, നാദാപുരം വാണിമേൽ സ്വദേശി KP സൂരജ് എന്നിവരായിരുന്നു നേരത്തെ പിടിയിലായത്. പാസിനെ ചൊല്ലി വിദ്യാർത്ഥിനിയെ ബസ്സിൽ നിന്നും ഇറക്കിവിട്ടെന്നാരോപിച്ചായിരുന്നു തർക്കം. തുടർന്ന് ബസ്സിലെത്തിയ 7-അംഗ അക്രമി സംഘം ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ചു. ബസ്സിൽ വെച്ച് തന്നെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് 7-അംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ ബസ് കണ്ടക്ടർ വിഷ്ണു പറഞ്ഞു. ബസ് പാസ് മാത്രമാണ് വിദ്യാർത്ഥിനിയോട് ചോദിച്ചതെന്നും പാസ് ഇല്ലാതിരുന്നിട്ടും കൺസെഷൻ അനുവദിച്ചെന്നും വിഷ്ണു പറഞ്ഞു. പ്രതികൾ ഇന്നോവ കാറിൽ പിന്തുടർന്നെത്തിയാണ് ബസ്സിൽ കയറിയത്. തുടർന്ന് ഇടിവളയും വാഹനങ്ങളുടെ താക്കോലും ഉപയോഗിച്ച് തലയ്ക്കും മൂക്കിനും ഇടിച്ചു. ബസ്സിലെ യാത്രക്കാർ കരഞ്ഞു പറഞ്ഞിട്ടും അക്രമികൾ വെറുതെ വിട്ടില്ല. പ്രതികൾക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വിഷ്ണു വ്യക്തമാക്കി. അതേസമയം വിദ്യാർത്ഥിനിയും സുഹൃത്തുക്കളും ബസ്സിൽ നിന്ന് ഇറങ്ങുന്ന ദൃശ്യങ്ങളും ബസ് ജീവനക്കാർ പുറത്തുവിട്ടിരുന്നു. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.